ഒക്കെ ഈ സുഗതൻ ഒരുത്തേണ്ട പരിപാടിയാ. ഓൻ്റെ അലാക്കിലെ വെള്ളടി കൊണ്ടാണ് ഇതൊക്കെ എങ്ങനെയായത്. എന്നിട്ട് കുത്തിരിക്കുന്നുണ്ടല്ലോ. നീ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ സംഭവം ഉണ്ടാവാൻ പോണതല്ലേ. ഇപ്പൊ കാശ് പോയിക്കോട്ടെ, അല്ലെ ആ പ്ലോട്ട് നടത്തി അതിന്റെ എന്തെങ്കിലും ആയിക്കോട്ടെ, പ്രൈസ് കിട്ടിയിട്ട് എന്തായാലും എന്തിനാവട്ടെ. അതല്ല ഇപ്പോഴത്തെ വിഷയം എന്താ അറിയോ നമുക്ക്? ഇത് വലിയ വലിയ ഉദ്യോഗസ്ഥരാണ് കണ്ടത്, ഗവൺമെന്റിന്റെ പരിപാടിയാണ് നടന്നത്. ഇക്കണ്ട ഉദ്യോഗസ്ഥർ നിന്ന് ഇത് വാച്ച് ചെയ്യണ സമയത്ത് ഇങ്ങനെയുള്ള ഇത്രയും ഒരു നീചമായ രീതിയിൽ, ഒരു വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിച്ചത് നമ്മൾ മാത്രം എന്നുള്ള അഭിപ്രായമാണ് ഇപ്പം ഉണ്ടാവുക. ജോലി പോകേണ്ട കാര്യം. കാരണം കേരള കലയെ അവഹേളിച്ചെന്നുള്ള അഭിപ്രായം വരെ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ സാറിനോട് പറഞ്ഞില്ലേ ഇയാൾ 1 മാസത്തേക്കൊന്ന് ഒഴിവാക്കാൻ. സാർമാരെ, എൻ്റെ ട്രൂപ്പിൽ ഒരു കൊല്ലം കളിച്ചതാണ് ഈ മനുഷ്യൻ. എന്നോട് മൂപ്പർ ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര വേദന ഉണ്ടാക്കിയതാണ്. ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ലോറിയിൽ നിന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ കഥകളി നിൽക്കണ പോലെ നിൽക്കല്ലേ. ഇയാൾ കള്ള് കുടിച്ചിട്ടേ നിൽക്കാൻ പോയി പറ്റുന്നില്ല പുള്ളിക്ക്. കള്ള് കുടിച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് കള്ളോണ്ട് ഇങ്ങനെ കള്ളോണ്ട് തെറിപ്പിക്കുക അതൊക്കെ ചെയ്യാൻ പാടുമോ? പിന്നെ എൻ്റെ മുഖത്തേക്ക് തുപ്പിയാണ്. ഹസനെ തുപ്പിയതല്ല കേട്ടോ, മിണ്ടരുത് സുഗത, ഒരച്ഛൻ ഈ മിണ്ടരുത്. തെറ്റുപറ്റി, മാപ്പ്. എനിക്ക് മാപ്പല്ല എനിക്ക് തരണ്ടേ. എന്റെ പണി തെറിക്കും സുഗത. ചെയ്യണ്ടല്ല. ഇപ്പൊ സാറ് കാരണം ഈ ഓഫീസിന് മുഴുവൻ നാണക്കേടായി. സമാധാനായല്ലോ. എത്ര തവണ സാറന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലാവണ്ടേ വല്ലതും. ആദ്യത്തെ റൗണ്ട് അങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സകല ആൾക്കാരും പറഞ്ഞു കേരളത്തനിമുള്ള ഒരു പരിപാടി സകല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സാറ് വിളിച്ചപ്പോഴാണ് ഞാൻ അങ്ങോട്ട് മാറിയത്. പിന്നീട് കേൾക്കണ വർത്താനമാണ് ഈ ജാതി അക്രമങ്ങൾ കാണിക്കും. ഒരാള് കാശ് കൊടുത്തിട്ട് കാശ് പോണത് പോട്ടെ, അല്ലെങ്കിൽ അതിന്റെ പ്രൈസും വേണ്ട. നാണങ്കര എന്ന് പറഞ്ഞാല് എന്ത് തനക്ക് പ്രാന്ത്, തനക്ക് പ്രാന്തുണ്ടോ? വെള്ളടിച്ചൊന്ന് ചേർത്തിട്ട് തോന്നിയതൊക്കെ അങ്ങോട്ട് കാണിക്കുക. തെറ്റുപറ്റി, എന്ത് തെറ്റുപറ്റി കാണിക്ക്. സാർമാരെ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോയാലോ? ഇതെന്തിനാ പറ്റയാളെ നിർത്തിക്കണം? എന്താ വെച്ചാ കൊടുത്തിട്ട് പറഞ്ഞു വിട്ടാ. ഞാൻ കണക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ട് കൊടുത്തോളൂ, അങ്ങോട്ട് കൊടുത്തോളൂ. സാറേ, ഇതിപ്പോ എന്താ 17,000 റുപ്യ കണക്ക് എഴുതിയിരിക്കുന്നത്? 17,000 റുപ്യ എന്താണ്? എന്താ കണക്ക്? അല്ല, അത് 17,000 റുപ്യ വരും സാറേ. നമ്മൾ സാധനങ്ങളൊക്കെ അത് വാടകയ്ക്ക് എടുത്തതാണ്. പിന്നെ ചുട്ടിക്കാരന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. അല്ല, നിങ്ങൾ ഒരു കഥകളിയുടെ മാത്രമല്ല നമ്മൾ ചെയ്യാൻ പറഞ്ഞേ. അല്ല, കഥകളി മാത്രമല്ല, ഫ്ലോട്ടിന്റെ സമയത്ത് നമ്മൾ 4 കെട്ടുണ്ടാക്കിയില്ലേ, അത് ഉണ്ടാക്കാനൊക്കെ വേറെ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എന്റെ ഒരു വിശ്വാസത്തിന്റെ മുകളിൽ അവര് വന്നിട്ട് ചെയ്തു തന്നതാണ്. ഒരു പൈസ ഞാൻ കൊടുത്തിട്ടില്ല. ഇത് ആര് ഈ കണക്ക് പറഞ്ഞില്ല എത്ര ഉറുപ്പ്യയിൽ നിൽക്കണത്? ആരോടാ പറയണത്? സാറേ, ആകെ 25,000 രൂപയാണ് ഏൽപ്പിച്ചത്. വണ്ടി വാടക, ഡീസല്, ബാറ്റ, ഫുഡ് ഇതൊക്കെ കൂടി 10-25,000 രൂപ അടുത്ത് വന്നു. 12,000 രൂപ ഇനി ബാക്കി ഉണ്ടാവും അതില്. അതെ, ഇതൊക്കെ ഒരു കണക്കില് നമുക്ക് ഒപ്പിച്ച് തീർക്കണ്ട. മാത്രല്ല സാറേ, ഞാൻ വേറെ ഒരു 500 റുപ്യ അധികം വന്നിട്ടുണ്ട്. അത് വണ്ടി അയക്കാന്ന് പറഞ്ഞില്ലേ, വണ്ടി വന്നില്ല. എന്നിട്ട് ഞാൻ അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നത്. 2,000 റുപ്യ കിട്ടും സാറേ. അത് വേണ്ട സാറേ, 2,000 റുപ്യ കിട്ടിയിട്ട് കാര്യമില്ല. സത്യശീല 2,000 റുപ്യ എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. കയ്യിൽ പിടിക്കുങ്ങള് എന്നിട്ട് പറയാനുള്ള കോയസാറിനോട് പറഞ്ഞോളി. സാറേ, ഒരു ഓണാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഈ ആളുകൾക്ക് ഇതിന്റെ പൈസ ഞാൻ അതിന് വെച്ചിട്ടില്ല. അവ ഈ വാടകക്കാരെ എനിക്ക് പിരിച്ചു വിടണ്ടേ? അതെ, സംഗതി നിങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോ ഞങ്ങൾ കയ്യിൽ നിന്നൊക്കെ കൂടി എടുത്തിട്ട് ചെയ്യാൻ അറിയാലോ. ഇവിടെ ഫണ്ട് വന്നിട്ടില്ല. ഫണ്ട് വന്നാൽ അത് കിട്ടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? ഞങ്ങള് എന്താ എപ്പോ വന്നാലും നിങ്ങൾ ഫണ്ട് വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സാർ എന്റെ കാര്യങ്ങൾ നടക്കണ്ടേ? ഞാൻ എന്താണ് അവരോടൊക്കെ സമാധാനം പറയാം? ഇവളുടെ കഴുത്തിൽ കിടക്കണ പണ്ടം പൊട്ടിച്ചിട്ട് കൊണ്ടുപോയി വിറ്റിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഉണ്ടാക്കി തന്നത്. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു വില നിങ്ങൾ കാണണ്ടേ? ഈ 2,000 റുപ്യ കിട്ടിയ ഒരു കാര്യമില്ല. ഓണാണ്. ഒരു 5,000 റുപ്യയിലുണ്ടെങ്കിൽ തരും സാറേ. 5,000 റുപ്യ ഉണ്ടെങ്കിൽ തരില്ല. ഇല്ലാത്തോണ്ടല്ലേ ഈ പറഞ്ഞ നിങ്ങളോട്. അങ്ങനെയാണെങ്കിലേ ഞാൻ അത് കൊണ്ടുപോയിട്ട് കാര്യമില്ല സാർ. നിങ്ങൾ എടുത്ത് വയ്ക്കണം. വേണ്ടായിട്ടാണ് ഞാൻ എൻ്റെ മോൾക്ക് ഒരു ഉടുപ്പ് എൻ്റെ കുട്ടിക്ക് വാങ്ങി കൊടുത്തില്ല. ഒരു മാസമായിട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അറിയോ? ആവേശം എടുത്തു പൈസ കൊണ്ടൊന്നും പോകാൻ സംഭവിച്ചാൽ അത് ആൾക്കാരെ വിളിച്ച് കെട്ടി. അതെ, വേണ്ട നമ്മള് ചെയ്യാം. നമ്മള് കയ്യിലല്ല അനുഭവിക്കാല്ലേ. അപ്പൊ നമ്മുടെ സ്ഥിതി എന്താന്ന് ഇപ്പൊ നമുക്കെല്ലാം അറിയുള്ളൂ. അല്ല സാറേ, ഫണ്ട് വന്നാൽ എന്തെങ്കിലും കൊടുത്തേക്കാം നമുക്ക്. സങ്കടാണ്, പട്ടിണി പാവങ്ങളാണ്. ഈ ചെങ്ങായിരൊക്കെ പറഞ്ഞ കാരണമൊന്നും ഓരോ ബിറ്റടക്ക പ്രാക്ക് കേൾക്കും. ഇപ്പൊ നമ്മള് 2,000 റുപ്യ കൊടുത്താണ്. കാശ് വേണ്ടെങ്കിൽ ഇപ്പം ഒന്നുമില്ല, ഇല്ലെങ്കിൽ വേണ്ട. സാറേ, അതിപ്പോ എന്താ ചെയ്യാ?
എന്ത് അപ്പൊ കൊടുക്കാൻ പറഞ്ഞില്ലേ വണ്ടി ഇട്ടിട്ട് അതല്ല ഈ 2000 റുപ്യ ഇപ്പൊ എന്തായി എങ്ങനെ എന്ത് അതെങ്ങനെയാന്നുള്ളതാണ്. അത് നമുക്ക് ചെയ്യാം. അതിപ്പോ അയാൾക്ക് കൊടുത്ത കാര്യമല്ലേ. അയാൾ മേടിച്ചോണ്ട് വെച്ചാൽ എന്താ ഞങ്ങള് അല്ല